ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയോട് ചേർന്ന് കാട്ടുതീ പടരുന്നു. അഗ്നിശമന സേന എത്തിയെങ്കിലും തീ അണയ്ക്കാൻ വെള്ളം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. നിഖിൽ പ്രമേശുണ്ട് പാലക്കാട് നിന്നും വിവരങ്ങളുമായി. നിഖിൽ, ഈ തീ അണയ്ക്കാനുള്ള തടസ്സം നേരിടുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാതെ വരുന്നത്? അരുണ്യ, ജനവാസ മേഖലയോട് ചേർന്ന ഒരു മലയിലാണ് തീ പടർന്നത്. പക്ഷെ അഗ്നിശമന സേനയ്ക്ക് ഈ തീ പടർന്നു പിടിച്ചിടത്തേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഈ മലമുകളിലേക്ക് ഈ അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസം നിറഞ്ഞൊരു സാഹചര്യമാണ്. ഇപ്പോഴും ഈ മലയിൽ തീപിടുത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി 8 മണിയോട് കൂടിയാണ് തീ പടർന്നത്. ആ തീ ഇപ്പോഴും ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാശനഷ്ടങ്ങളൊന്നും തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫയർഫോഴ്സ് സംഘം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് തീ അണയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ മലയിൽ ഇപ്പോഴും തീ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായിട്ടുള്ള സാഹചര്യം ജില്ലയിൽ ഉണ്ടായിരുന്നു. ഈ ജില്ലയിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ മലമുകളിലൊക്കെ തീപിടുത്തം പതിവാണെങ്കിലും ഇത്ര മണിക്കൂറോളം നിന്ന് കത്തുന്ന സാഹചര്യം വളരെ അപൂർവമായി ഉണ്ടാകാറുള്ളൂ. എന്തായാലും ഇതുവരെ തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. അരുണ്യ. ശരി, പാലക്കാട് ധോണിയിലാണ് ജനവാസ മേഖലയോട് ചേർന്നുള്ള വനത്തിൽ കാട്ടുതീ പടരുന്നത്. അഗ്നിശമന സേന എത്തിയെങ്കിലും ഇവർക്ക് വെള്ളം മുകളിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ തീ അണയ്ക്കാൻ കഴിയുന്നില്ലെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.